ഹായ് ഫ്രണ്ട്സ്, കെ എസിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. 2025 മാർച്ച് 7-നാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നാണ് പറയുന്നത്. അത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് 2026 ഫെബ്രുവരി 16-നുമാണ്. ഇത് പ്രിലിംസും മെയിൻസും ഉണ്ട്. പ്രിലിംസ് 2 പേപ്പറാണ്. അത് 100 മാർക്ക് വീതമുള്ള 2 പേപ്പർ. അത് 2025 ജൂൺ 14-നാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. മെയിൻസ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് 2025 ഒക്ടോബർ 17-ഉം 18-ഉം ആണ്. 3 പേപ്പറാണ് മെയിൻസിന്. ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയിരിക്കും. പിന്നീട് 2026 ജനുവരിയിൽ ഇൻ്റർവ്യൂ, അതിനുശേഷം ഫെബ്രുവരി 16-ന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ സിലബസ് നോക്കാം. പ്രിലിംസിൻ്റെ സിലബസിൽ പേപ്പർ 1-ൽ ഹിസ്റ്ററി, ഏൻഷ്യൻ്റ് ആൻഡ് മെഡീവിയൽ പീരീഡ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോഡേൺ പീരീഡ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫ്രം ദി 18th സെഞ്ച്വറി അപ് ടു ദി പ്രസൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരള ഹിസ്റ്ററി ആണെങ്കിലും ഫ്രം 18th സെഞ്ച്വറിയാണ്. ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് ഉണ്ട്, ഫ്രം മിഡ് 18th സെഞ്ച്വറിയാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വേൾഡ് വാർസ്, റിഡ്രോവൽ ഓഫ് നാഷണൽ ബൗണ്ടറീസ്, കോളനൈസേഷൻ ആൻഡ് ഡീകോളനൈസേഷൻ, ഗ്ലോബലൈസേഷൻ, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം, ദെയർ ഫോംസ് ആൻഡ് എഫക്ട്സ് ഇൻ സൊസൈറ്റി. ഇതാണ് വേൾഡിൻ്റെ ഹിസ്റ്ററി പറഞ്ഞിരിക്കുന്നത്. കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള പറഞ്ഞിട്ടുണ്ട്. അതിൽ ആർട്ട് ഫോംസ്, ലിറ്ററേച്ചർ, സ്കൾപ്ചർ, ആർക്കിടെക്ചർ എല്ലാം വരുന്നുണ്ട്. സിനിമ, തിയേറ്റർ, അതുപോലെ ഹിസ്റ്ററി ആൻഡ് റവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ്, ഇൻ്റർനാഷണൽ റിലേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം വരുന്നുണ്ട്. റീസണിങ്, മെൻ്റൽ എബിലിറ്റി ആൻഡ് സിമ്പിൾ അരിത്തമെറ്റിക്, മാത്സ് പറഞ്ഞേക്കുന്നത്. അതിൽ വെൻ ഡയഗ്രാം, അതുപോലെ ക്ലോക്കിൻ്റെ പ്രോബ്ലംസ്, കലണ്ടർ ഏജ്, സിമ്പിൾ അരിത്തമെറ്റിക് വരുന്നുണ്ട്. ലോജിക്കൽ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി, പിന്നെ നമ്പർ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, പ്രോബ്ലംസ് റിലേറ്റഡ് ടു റിലേഷൻസ്, ഷേപ്സ് ആൻഡ് ദെയർ സബ് സെഷൻസ് ഒക്കെ വരുന്നുണ്ട്. ജോഗ്രഫി എല്ലാം വരുന്നുണ്ട്. സെക്കൻഡ് പേപ്പർ എക്കണോമിക്സ് ആണ്. എക്കണോമി ആൻഡ് പ്ലാനിങ്, 5-year പ്ലാനും എല്ലാം വരുന്നുണ്ട്. നീതി ആയോഗ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഗ്രീൻ റവല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റെയിൽവേസ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഡാംസ്, ഇൻലാൻഡ് വാട്ടർവേസ്, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഹ്യൂമൻ പോവർട്ടി, അങ്ങനെ ഇൻഡെക്സുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ GSTയെ പറ്റി, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ഷെയർ മാർക്കറ്റ്, അങ്ങനെ കുറേ എല്ലാം മിക്കതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വലിയൊരു സിലബസ് തന്നെയാണ്. ടൂറിസം, വുമൺ എംപവർമെൻറ്റ്, സോഷ്യൽ വെൽഫെയർ സ്കീംസ് പറഞ്ഞിട്ടുണ്ട്. ഇനിയും സയൻസ് ആൻഡ് ടെക്നോളജി എടുത്താൽ പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ പ്രൊമോട്ടിംഗ് ഇൻറ്റിഗ്രേഷൻ ഓഫ് S&T ആൻഡ് ഇന്നൊവേഷൻ. പിന്നെ ICT പറഞ്ഞിട്ടുണ്ട്, കമ്പ്യൂട്ടർ നോക്കുക. പിന്നെ എൻവയോൺമെൻറ്റൽ ഇതൊക്കെ. പിന്നെ കറണ്ട് ഇവൻറ്റ്സ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കറണ്ട് ഇവൻറ്റ്സ് വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം. പിന്നെ ഇംഗ്ലീഷും മലയാളവുമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നേരത്തെയുള്ള സിലബസൊക്കെ തന്നെ ഏകദേശം എല്ലാം ഉണ്ട്. മലയാളത്തിലാണെങ്കിൽ വചനം പറഞ്ഞിട്ടുണ്ട്, വചനമുണ്ട്. പിന്നെ ഭരണഭാഷയുമായി ബന്ധപ്പെട്ട ഒരു ഖണ്ഡിക നൽകി അതിനെ ആധാരമാക്കി ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് പുതുതായിട്ട് കൊടുത്തിരിക്കുന്നത്. ഔദ്യോഗിക ഭാഷാ പദാവലി, വിപുലനം, സംഗ്രഹം, അതൊക്കെയുണ്ട്. പിന്നെ മെയിൻസിൻ്റെ സിലബസ് ആണ്. മെയിൻസിൻ്റെ സിലബസ് പേപ്പർ 1 2 hours ആണ് പറഞ്ഞേക്കുന്നത്. ഡ്യൂറേഷൻ 100 മാർക്കിനാണ്. ഡിസ്ക്രിപ്റ്റീവ് ആണ്. അതും മിക്ക എല്ലാം ഉണ്ട്. ഏൻഷ്യൻ്റ് ആൻഡ് മെഡീവിയൽ പീരീഡ് പറഞ്ഞിട്ടുണ്ട്, മോഡേൺ പീരീഡ്, അതുപോലെ കേരള ഹിസ്റ്ററി ഫ്രം 18th സെഞ്ച്വറി പറഞ്ഞിട്ടുണ്ട്. കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള, ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്, അതും ഡിസ്ക്രിപ്റ്റീവിൽ പറഞ്ഞിട്ടുണ്ട്. സെയിം പ്രിലിംസിൽ പറഞ്ഞ സെയിം ഒക്കെ തന്നെ ഡിസ്ക്രിപ്റ്റീവായിട്ടും ഉള്ളതും പഠിക്കണം. പേപ്പർ 2 ആണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ്,
പിന്നെ സോഷ്യൽ ജസ്റ്റിസ്, ഇൻ്റർനാഷണൽ റിലേഷൻസ് എല്ലാം ഉണ്ട്. റൈറ്റ്സ് എല്ലാം, ചൈൽഡ് റൈറ്റ്സ്, വുമൺ റൈറ്റ്സ് എല്ലാം വരുന്നുണ്ട്. LPG, ഇമ്പാക്റ്റ് ഓഫ് LPG ഓൺ ഗവേണൻസ് എല്ലാം ഉണ്ട്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, പിന്നെ ICT പറഞ്ഞിട്ടുണ്ട്. ICTയിൽ ഗവേണൻസ് ഒക്കെ വരുന്നുണ്ട്. വേരിയസ് ഗവൺമെൻറ് സ്കീംസ്, ഗവേണൻസ് പ്രോഗ്രാംസ്, സർവീസസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ സൈബർ സെക്യൂരിറ്റി കൺസേൺസ്, നാഷണൽ സൈബർ ക്രൈം പോളിസി, MIS ഒക്കെ നമ്മൾ ഇതിന് പഠിച്ചതാണല്ലോ, LSGSനൊക്കെ പഠിച്ചതാണ്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിൻ്റെ ബെനിഫിറ്റ്സ് ആൻഡ് ഇമ്പാക്ട്സ്, റോബോട്ടിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ എൻവയോൺമെൻറ്റൽ സയൻസ്, ISRO, DRDO എല്ലാം പഠിക്കണം. പിന്നെ കറണ്ട് ഇഷ്യൂസ് ഇൻ ഗിവൺ ടോപ്പിക്സ്, ഈ ടോപ്പിക്സിൻ്റെ ഒക്കെ കറണ്ട് ഇഷ്യൂസും പഠിക്കണം. പിന്നെ ജോഗ്രഫിയാണ് പറയുന്നത്, അതും ഏകദേശം എല്ലാം ഉണ്ട്. സോളാർ സിസ്റ്റം, മോഷൻ ഓഫ് എർത്ത്, കൺസെപ്റ്റ് ഓഫ് ടൈം, സീസൺസ്, അറ്റ്മോസ്ഫിയർ, ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ദി എർത്ത്, മേജർ ലാൻഡ് ഫോംസ് ആൻഡ് ദെയർ ഫീച്ചേഴ്സ്, അങ്ങനെ മിക്കതും വന്നിട്ടുണ്ട്. പിന്നെ കറണ്ട് ഇഷ്യൂസ് ഇൻ എക്കണോമി ആൻഡ് പ്ലാനിങ് ആൻഡ് ജോഗ്രഫി. അപ്പം തേർഡ് പേപ്പർ വരുന്നത് എക്കണോമി ആൻഡ് ജോഗ്രഫിയാണ്.